ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനവും മനസ്സിൻ്റെ പ്രവർത്തനവും ഓരോരുത്തരുടെയും വ്യത്യാസമാണ്, യുണീക്കാണ്. അതുകൊണ്ട് തന്നെ ലൈംഗിക അവയവങ്ങളുടെ കാര്യത്തിലും ഈ വ്യത്യാസം പ്രകടമാണ്. പ്രത്യേകിച്ചും അവയവങ്ങളുടെ വലിപ്പ വ്യത്യാസം. ഓരോരുത്തർക്കും ഓരോ വലിപ്പമായിരിക്കും. ലിംഗവും മാറിടങ്ങളുമൊക്കെ പുറമേ ഉള്ളതായതുകൊണ്ട് അതിൻ്റെ വലിപ്പ വ്യത്യാസം പ്രകടമാണ്. അപ്പം നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് സാധാരണ ഒരു ആവറേജ് സൈസിൽ നിന്നും കുറച്ചുകൂടെ വലിപ്പം കൂടിയ ലിംഗമാണെങ്കിൽ അത് പ്രവേശിപ്പിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് കുറച്ച് പെയിനും കുറച്ച് അസ്വസ്ഥതയൊക്കെ ആദ്യ കാലങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ സാധാരണ വലിപ്പം കുറച്ച് കൂടുതലായിട്ടുള്ളവർ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും അത് കയറ്റുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. സാധാരണ നമുക്കെല്ലാം അറിയാം, പുരുഷന് പെട്ടെന്ന് മൂടാകും. എന്നാൽ സ്ത്രീകൾക്ക് ആ ഒരു മൂഡിലേക്ക് വരാൻ കുറച്ച് സമയമെടുക്കും. സാധാരണ രീതിയിൽ ഒരു നോർമൽ ഇറക്ഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് എത്രയും പെട്ടെന്ന് പ്രവേശിപ്പിക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കും പുരുഷൻ. കാരണം ഇവരുടെ എല്ലാ അനുഭൂതിയും ഇരിക്കുന്നത് ഇതിനെ കേന്ദ്രീകരിച്ചാണ്. അപ്പം നല്ല രീതിയിലൊരു നനവ് വരാത്ത യോനിയിലേക്ക് ലിംഗം പ്രവേശിപ്പിക്കുമ്പോൾ ഈ സ്ത്രീക്ക് കുറച്ച് പെയിൻ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ചും വലിപ്പം കൂടുതലുള്ള ലിംഗമാണെങ്കിൽ. എന്നാൽ ഇവർക്ക് ഇങ്ങനൊരു പെയിൻ ഉണ്ടെന്നും ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെന്നും പല സ്ത്രീകളും അത്രയ്ക്കും സീരിയസ് ആയിട്ട് അങ്ങ് ഓപ്പണായിട്ട് പറയണമെന്നില്ല. കാരണം പലപ്പോഴും പുരുഷന് വേണ്ടി അവരിതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യും. പ്രത്യേകിച്ചും ഇഷ്ടപ്പെട്ട പുരുഷന് വേണ്ടി സ്ത്രീകൾ പല രീതിയിലും അവർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇതും അവർ സഫർ ചെയ്യും. ഇപ്പോൾ സ്ത്രീകളുടെ യോനിയെ സംബന്ധിച്ച് എത്ര വേണേലും അത് വികസിക്കാനും ചുരുങ്ങാനുമുള്ള കഴിവുണ്ട്. പക്ഷേ എന്നിരുന്നാലും ലൂബ്രിക്കേഷൻ കുറവാണെങ്കിൽ, പ്രത്യേകിച്ച് ലിംഗത്തിന് വലിപ്പം കൂടുതലാണെങ്കിൽ അവിടെ ഒരു പെയിൻ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഈ ഒരവസ്ഥ പല സ്ത്രീകളും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ പുരുഷൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പുരുഷൻ ചെയ്യേണ്ടത് അവരെ മൂടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതിനിടയ്ക്ക് തന്നെ ഫോർപ്ലേയുടെ ഇടയ്ക്ക് തന്നെ വിരൽ വെച്ച് പരിശോധിക്കാം. വിരൽ കൊണ്ടും അവരെ മൂടാക്കാം. അതിനിടയ്ക്ക് പരിശോധിക്കാം നനവ് എത്രത്തോളം ഉണ്ട്, ലൂബ്രിക്കേഷൻ ഒക്കെ ശരിയായിട്ടായോ എന്നുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലിംഗത്തെ യോനിക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു സമയമുണ്ട്, കുറച്ചൊരു സമയമുണ്ട്. അതിനെ ഉൾക്കൊള്ളാനുള്ള സമയം, അതിനെ വികസിപ്പിക്കാനുള്ള ഒരു സമയമുണ്ട്. അത് കൊടുക്കണം. ആ സമയവും അതിൻ്റെ രീതികളും ഒക്കെ അറിഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഏത് വലിപ്പത്തെ ഉൾക്കൊള്ളാനായിട്ട് അവരെ സഹായിക്കുന്നത് നാച്ചുറൽ ലൂബ്രിക്കേഷനാണ്. അപ്പോൾ ഈ ലൂബ്രിക്കേഷൻ സ്വാഭാവികമായിട്ടുണ്ടാകുന്നത് മറ്റ് പല ഘടകങ്ങളെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. ചെയ്യുന്ന രീതി, അന്നേരത്തെ അവരുടെ മാനസികമായ അവസ്ഥ, അത് ഉൾക്കൊള്ളുന്ന രീതി, അവർ എൻജോയ് ചെയ്യുന്ന രീതി, അവരുടെ ആഗ്രഹം, ഫാൻറ്റസി, ഇതൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ പരസ്പരമുള്ള സ്നേഹം, വിശ്വാസം, അടുപ്പം, ഇഷ്ടം, അതുപോലെ തന്നെ ഫോർപ്ലേ ചെയ്യുന്ന രീതി. അതുകൊണ്ടാണ് മനസ്സെപ്പോഴും സന്തോഷമാക്കി വെച്ചിട്ട് വേണം ഇത് ചെയ്യാനെന്ന് പറയുന്നത്. കാരണം നമ്മൾക്ക് സന്തോഷമുള്ളപ്പോൾ നമ്മളിൽ ഹാപ്പി ഹോർമോണുകളായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഈ ഡൊപ്പാമൈൻ, സെറോട്ടോണിൻ പോലുള്ള ഹോർമോണുകൾ. ഈ ഡൊപ്പാമൈനെക്കാട്ടിലും ഇവിടെ നമുക്ക് കൂടുതലും പ്രയോജനം ചെയ്യുന്നത് സെറോട്ടോണിനാണ്. അതൊരു റിലാക്സ് ഹോർമോണാണ്. അപ്പോൾ ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ശരിയായിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ലൈംഗികതയെ ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എത്ര ഫോർപ്ലേ ചെയ്താലും ഒരുപക്ഷെ ആ മൂഡ് വരാത്ത സ്ത്രീകളുണ്ട്. കാരണം ചില സമയങ്ങളിൽ, ചില ദിവസങ്ങളിൽ അവരുടെ മാനസികാവസ്ഥ ഇതിന് അനുകൂലമല്ല. ഇവിടെ സ്ത്രീകളുടെ മനസ്സാണ് കൂടുതലും അവരെ മൂടാക്കുന്നതും ആക്കാതിരിക്കുന്നതുമൊക്കെ തന്നെ. ഞാൻ പറഞ്ഞു വരുന്നത് നാച്ചുറലായിട്ട് ലൂബ്രിക്കേഷൻ കുറവാണെങ്കിൽ പുറമേ ലൂബ്രിക്കൻ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ വലിപ്പം ഇച്ചിരി കൂടുതലുള്ളവർ ലിംഗം ഒറ്റയടിക്ക് പ്രവേശിപ്പിക്കാൻ നോക്കാതെ കുറേശ്ശെ വെച്ച് കൊടുക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് പൂർണ്ണമായിട്ട് അങ്ങ് അകത്തേക്ക് കയറാൻ നോക്കരുത്. അതുപോലെ 1-2 പ്രാവശ്യം ഊരി എടുത്തിട്ട് വെക്കാൻ നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് ആദ്യകാലങ്ങളിൽ തന്നെയല്ല, ആർക്ക് വേണമെങ്കിലും ചില സമയത്ത് ഇത് തോന്നാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം ശ്രദ്ധിക്കാതെ പതിവായിട്ട് നമ്മളിത് ചെയ്താൽ, പ്രത്യേകിച്ചും വേദനയോടുകൂടി ചെയ്താൽ സ്ത്രീകളുടെ ഉപബോധ മനസ്സിലേക്ക് ഇതിനെപ്പറ്റി നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും.
അപ്പോൾ ഈ ഒരു പെയിനകത്ത് ഓവർ കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ആസ്വാദന നിലവാരത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ലൂബ്രിക്കേഷൻ കുറയും. അപ്പോൾ പുരുഷനെ സംബന്ധിച്ച് ലിംഗം ഇങ്ങനെ ഇറക്ഷനായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് കുറച്ച് സ്ട്രോക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. സ്ട്രോക്ക് മാത്രം പോരാ, കുറച്ച് ചൂടും വേണം. ഇത് ശരിക്കും യോനിയിൽ നിന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ഓറൽ ചെയ്യുന്ന സമയത്തും ഇതേ എഫക്റ്റാണ് കിട്ടുന്നത്. ഒരു പരിധിവരെ ലൂബ്രിക്കൻ്റായിട്ട് അത് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, സാധാരണ രീതിയിൽ വലിപ്പം കൂടുതലുള്ള ലിംഗം പുരുഷനെ സംബന്ധിച്ച് ആത്മവിശ്വാസം കൂട്ടുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ളവർക്ക് കുറച്ച് ആത്മവിശ്വാസം കൂടുതലാണ് ഈ കാര്യത്തിൽ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിപ്പമുള്ള ലിംഗമൊക്കെ ഇഷ്ടമാണ്, അവരത് ആസ്വദിക്കുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് നോർമലായിട്ട് ചെയ്യുന്ന രീതിയിൽ നിന്നും കുറച്ച് ഒരു മാറ്റം വരുത്തി ചെയ്യുമ്പോഴാണ് അവർക്കതൊരു അനുഭൂതിയായിട്ട് മാറുന്നത്. ചില പുരുഷന്മാർ ആദ്യം ചെയ്യുമ്പോൾ തന്നെ, എന്ന് വെച്ചാൽ തുടങ്ങുമ്പം തന്നെ കൂടുതൽ സ്ട്രോക്ക് കൊടുത്ത് ചെയ്യും, അടിക്കാൻ തുടങ്ങുമ്പം തന്നെ. അതുപോലെ എപ്പോഴും അടിക്കുന്ന സ്പീഡ് പതുക്കെ പതുക്കെ വേണം കൂട്ടിക്കൊണ്ടുവരാൻ. ഒറ്റ അടിക്കങ്ങ് നമ്മളങ്ങ് ചെയ്യുന്നതിലല്ല അതിൻ്റെ ആ രസം ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവയവങ്ങളുടെ വലിപ്പ വ്യത്യാസവും അതിൻ്റെ സംതൃപ്തിയും തമ്മിൽ, ലൈംഗികതയുടെ സംതൃപ്തിയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ സംതൃപ്തി ഉണ്ടാക്കുന്നത് ചെയ്യുന്ന രീതി, അതുപോലെ രണ്ടുപേര് തമ്മിലുള്ള മാനസികമായ അടുപ്പം, വിശ്വാസം, ഇതൊക്കെയാണ്. സ്ത്രീകളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം പുരുഷൻ്റെ ജോലിയാണെന്നുള്ള രീതിയിൽ ചിലപ്പം നല്ല കാണാനൊക്കെ നല്ല എല്ലാ രീതിയിലും പെർഫെക്റ്റായിട്ടുള്ള ആളായിരിക്കും. പക്ഷേ ഇതെല്ലാം പുരുഷൻ്റെ ജോലിയാണെന്നുള്ള രീതിയിൽ അനങ്ങാതെ കിടക്കും. എന്നാൽ ചില സ്ത്രീകൾ അങ്ങനെയല്ല, അവരുടെ വികാരങ്ങളെയും ചില ആക്ഷൻസിനെയൊക്കെ പ്രകടിപ്പിക്കും. അപ്പോൾ ഇവരുടെ ഈ റെസ്പോൺസ് കാണുന്നത് പുരുഷന് വലിയ ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവയവങ്ങളുടെ വലിപ്പ വ്യത്യാസത്തിനനുസരിച്ച് ചെയ്യുന്ന പൊസിഷൻസിനും അതിൻ്റെ രീതിക്കുമൊക്കെ മാറ്റം വരുത്തണം. ഈ കാര്യത്തിൽ ചിലരുടെ ഫിസിക്കൽ ബോഡിക്ക് വലിയ ഭംഗിയില്ലെങ്കിലും മെൻ്റൽ ബോഡിക്ക് നല്ല ഭംഗിയാണ്, ചിലർക്ക് നേരെ തിരിച്ചും. യഥാർത്ഥത്തിൽ നല്ലൊരു ലൈംഗികത ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിമിതികളെയും പ്രശ്നങ്ങളെയും എല്ലാം മറക്കണം. പ്രത്യേകിച്ചും പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ ഈ സമയത്ത് നമ്മൾ മറക്കേണ്ടതാണ്. ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും മൈൻഡ് ഫ്രീ ആക്കണം. പലരും പല പല പ്രശ്നങ്ങളുമായിട്ടാണ് ഇതിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇറക്ഷനെയും അതുപോലെ ലൂബ്രിക്കേഷനെയൊക്കെ ഇത് ബാധിക്കുന്നത്. അതുപോലെ ചില പുരുഷന്മാർ പങ്കാളിക്ക് ഇങ്ങനെയൊക്കെ വേദനയുണ്ട്, ഇങ്ങനെ ചെയ്യുമ്പം ഈ രീതിയിലൊക്കെ ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നെന്ന് പറയുമ്പം ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് അങ്ങ് വിട്ടു നിൽക്കും. മറ്റൊന്നുമല്ല, ഒരാൾ വേദനിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു സുഖം അവർക്ക് വേണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും മാറ്റം വരുത്തിയെടുക്കാൻ പറ്റും, പക്ഷേ വളരെ നൈസായിട്ടും ക്ഷമയോടും ഇതിനെ സമീപിച്ചാൽ. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ലിംഗത്തെ സംബന്ധിച്ച് അതിൻ്റെ വലിപ്പം, അതിൻ്റെ ഉള്ള ഒരു വലിപ്പമുണ്ട്, അതിലുപരി അതിനെ കൂട്ടാനൊക്കില്ല. പക്ഷേ അതിൻ്റെ ആ ഒരു സ്ട്രെങ്തും അതിൻ്റെ കപ്പാസിറ്റിയും അതിൻ്റെ ഫങ്ഷനിങ്ങും കൂട്ടാൻ പറ്റും. പല പുരുഷന്മാരും ലിംഗത്തിൻ്റെ വലിപ്പ വ്യത്യാസത്തെക്കുറിച്ച് ആത്മവിശ്വാസക്കുറവ് അനുഭവിക്കുന്നവരായിട്ടുണ്ട്. അപ്പോൾ അവർ ഓർക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ വലിപ്പത്തിലല്ല, അതെങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിനകത്താണ് കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഏകദേശമൊക്കെ മനസ്സിലായി കാണുമല്ലോ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ല കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ അയച്ചു കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊക്കെ ആണെങ്കിൽ ഒന്ന് അയച്ചു കൊടുത്തോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.